ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ ജ്യോതിഷത്തിൻ്റെ 13ാമത്തെ ക്ലാസ്സിൽ കിടക്കുകയാണ്. എന്തായാലും അതിനു മുമ്പ് അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമ്മൾ പഠിച്ചത് സൂര്യൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നും ലഗ്നം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി ഒന്ന് രണ്ട് കണക്കുകൾ ചോദിക്കാം. അതിന് ഞാൻ തന്നെ ഉത്തരം പറയാം. അപ്പോൾ നിങ്ങളത് കേട്ട് മനസ്സിലാക്കണം. അതായത് ഞാൻ പറഞ്ഞു, ഇതിലെ ജാതകത്തിൽ നമ്മൾ രാഹു ഷാബു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ടല്ലോ. രാഹു ഷാബു എന്നൊക്കെ, അതൊക്കെ എന്താണെന്നൊക്കെയാണ് നമ്മൾ ആദ്യം 9 ഗ്രഹങ്ങളുടെ പേരുകളാണ്. അത് രവിയും ഇന്നലെ പറഞ്ഞല്ലോ, രാഹുവും കേതുവും കൂടെ 7 ഗ്രഹങ്ങളും ബാക്കി രാഹുവും കേതുവും കൂടെ ചേർത്ത് 9 ഗ്രഹങ്ങളും എന്നുള്ളത് ലഗ്നവും ആണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഗുളികനെ പറ്റി ഞാൻ അധികം സംസാരിക്കാറില്ല. ഞാൻ ഗുളികയിലും വിശ്വസിക്കാറുമില്ല. അപ്പോൾ ബാക്കിയുള്ള 7 ഗ്രഹങ്ങളെ പറ്റിയും ബാക്കി രവിയും രാഹുവും കേതുവും എവിടെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും ഒരു ജാതകത്തിൽ അല്ലെങ്കിൽ രവി എവിടെയാണെന്നും അല്ലെങ്കിൽ ലഗ്നം എവിടെയാണെന്നും നമുക്ക് പറയാൻ സാധിക്കണം. അതില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ലഗ്നം എന്നുള്ളത് എന്താണെന്നും. അതായത് നല്ല പറഞ്ഞു, ഭൂമി തന്നെത്താനെ ചുറ്റുന്നത് കൊണ്ട് ഒരു ദിവസം തന്നെ ഭൂമി എല്ലാ രാശികളെയും ഒരു നോട്ടം നോക്കാറുണ്ട്. 2 മണിക്കൂർ വീതം. ഭൂമി എന്ന് പറഞ്ഞാൽ സൂര്യൻ അർത്ഥം. പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, തിരിച്ച് പറയണ്ടല്ലോ. അപ്പോൾ സൂര്യൻ വന്നിട്ട് ഒരു ദിവസം തന്നെ എല്ലാ രാശികളെയും നോക്കുന്നുണ്ട്. തന്നെത്താനെ ചുറ്റുന്നത് കൊണ്ട്, ഭൂമി തന്നെത്താനെ ചുറ്റുന്നത് കൊണ്ട് സൂര്യൻ ഒരു ദിവസം എല്ലാ രാശികളെയും ഒരു ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രാശികളും 12 രാശികളാണ്. അപ്പോൾ ഒരു രാശിയിൽ 2 മണിക്കൂർ വീതം സൂര്യൻ്റെ നോട്ടം ഉണ്ടാവും. സൂര്യൻ്റെ നോട്ടം ഉണ്ടാവുന്നതിനാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മേടത്തിലാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. അത് നമ്മൾ പറഞ്ഞു. ഇടവത്തിൽ ബുധനമാസത്തിൽ മിഥുനത്തിൽ, കർക്കിടക മാസത്തിൽ അപ്പോഴാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഓരോ ഡിഗ്രി വീതം നീങ്ങിയിട്ട് പിന്നെ 30-ാം തീയതി ആകുമ്പോൾ 30 ഡിഗ്രി എത്തിയിട്ട് അടുത്ത മാസം ആകുമ്പോൾ മേടരാശിയിൽ നിന്ന് ഇടവരാശിയിലേക്ക് സൂര്യൻ കടക്കും. അത് ഭൂമി സൂര്യനെ ചുറ്റുന്ന അതിൻ്റെ കണക്കനുസരിച്ച് പറഞ്ഞതാണ്. ഭൂമി സൂര്യനെ ചുറ്റുന്നു, അത് നമുക്കിപ്പോൾ പറയുമ്പോൾ സൂര്യൻ ഭൂമിയെ ചുറ്റുന്ന കണക്കനുസരിച്ച് നമ്മൾ പറയുന്നതാണ് അത്. പിന്നീട് ഒരു ദിവസം തന്നെത്താനെ നോക്കുന്നു എന്ന് പറഞ്ഞല്ലോ എല്ലാ രാശികളെയും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശി ഏതാണെന്ന് ചോദിച്ചാൽ ആ മാസം തന്നെയാണ്. ഏത് മാസം ജനിച്ചോ ആ മാസം തന്നെയാണ് സൂര്യൻ നിൽക്കുന്ന രാശി. ലഗ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ആദ്യം സൂര്യൻ നിൽക്കുന്ന രാശിയിലാണ് സൂര്യൻ ഉദിക്കുന്നത്. 1-ാം തീയതി സൂര്യൻ ഉദിക്കുന്ന രാശിയിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2-ാം തീയതി ആകുമ്പോൾ 4 മിനിറ്റ് നീങ്ങിയിട്ടുണ്ടാവും. 3-ാം തീയതി ആകുമ്പോൾ 12 മിനിറ്റ് നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്കും 10 × 4 40 മിനിറ്റ് നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും 20-ാം തീയതി ആകുമ്പോഴത്തേക്കും 20 × 4 80 മിനിറ്റ് നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു രാശിയിൽ 2 മണിക്കൂറുള്ള സമയമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു ദിവസം കഴിയുമ്പോൾ 4 മിനിറ്റ് നീങ്ങിക്കഴിഞ്ഞാൽ മിച്ചമുള്ളത് 1 മണിക്കൂർ 56 മിനിറ്റും. 10 ദിവസം കഴിഞ്ഞാലോ മിച്ചമുള്ളത് 1 മണിക്കൂറും 40 മിനിറ്റും 20 മിനിറ്റും. 20 ദിവസം കഴിഞ്ഞാലോ മിച്ചമുള്ളത് 1 മണിക്കൂറും 40 മിനിറ്റും. അപ്പോൾ മിച്ചമുള്ളത്, അപ്പോൾ മേടരാശിയിൽ മിച്ചമുള്ളത്, മേടലഗ്നത്തിൽ മിച്ചമുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അടുത്തത് ഇടവരാശി എന്ന് നമുക്ക് പറയണം. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ മലയാള കലണ്ടറുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. സൂര്യൻ ഉദിക്കുന്നത് എന്നാണ്. അപ്പോൾ ഓരോ ദിവസം സൂര്യൻ ഓരോ സമയത്താണ് ഉദിക്കുന്നത്. 6:10, 6:15, 6:20 നമുക്ക് ആ സംശയം അല്ലെങ്കിൽ അത് കൂടുതൽ പറഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആയി പോകും എന്നുള്ളതുകൊണ്ട് 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ 8 മണിയാകുമ്പോൾ മേടരാശിയിൽ നിന്ന് മാറി ഇടവരാശിയിലേക്ക് പോയിട്ടുണ്ടാവും. 10 മണിയാകുമ്പോൾ മിഥുനരാശിയിലേക്ക് സൂര്യൻ്റെ വീക്ഷണം വീണിട്ടുണ്ടാവും. പിന്നെ 20 മിനിറ്റ് ഇതിന് 10 തൊട്ട് 12 വരെ അത് കർക്കിടക രാശി, 12 തൊട്ട് 2 വരെ അത് ലഗ്നം,
മീനരാശി, സിംഹരാശി, അങ്ങനെ 12 ഭാഗത്തേക്ക് മാറി സൂര്യൻ്റെ ശ്രദ്ധ മാറി. ഓരോ ദിവസം 12 രാശിയിലും സൂര്യൻ്റെ വീക്ഷണം ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ 2 മണിക്കൂർ വീതം അങ്ങനെ തന്നെത്താനെ ചുറ്റുന്നുള്ളത് കൊണ്ട് ഈ 2 മണിക്കൂർ വീതം സൂര്യൻ്റെ വീക്ഷണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആദ്യം രാവിലെ മേടമാസം ആകുമ്പോഴത്തേക്കും ഇന്നത്തെ ദിവസം നോക്കാം. ഇന്ന് വന്നിട്ട് ഏപ്രിൽ മാസം 20-ാം തീയതിയാണ്. ഇന്ന് ഏപ്രിൽ മാസം 20-ാം തീയതി. ഏപ്രിൽ 20-ാം തീയതി ആകുമ്പോൾ നമ്മൾ മലയാള മാസത്തിൽ നോക്കിയാൽ നമുക്ക് എഴുതിയിട്ടുണ്ടാകും ഇന്ന് ഏപ്രിൽ 20-ാം തീയതി മേടമാസം 6-ാം തീയതിയാണെന്ന്. അപ്പോൾ മലയാള മാസം നോക്കിയാൽ ഏത് മാസം നോക്കിയാലും നമുക്ക് കലണ്ടറിൽ നോക്കിയാൽ അറിയാം ഇന്ന് മേടമാസം 6-ാം തീയതി. അപ്പോൾ സൂര്യൻ നിൽക്കുന്നത് ഏത് രാശിയിലാണ്? മേടരാശിയിൽ. അപ്പോൾ മേടമാസം മുഴുവൻ സൂര്യൻ നിൽക്കുന്നത് മേടരാശി. അപ്പോൾ ജാതകത്തിൽ രാ എന്ന് എഴുതുന്നത് മേടമാസത്തിൽ എഴുതിയിട്ടുണ്ടാവണം. നമ്മൾ 12 ഘട്ടങ്ങളുണ്ടല്ലോ, അതിന് മുകളിൽ നിന്ന് 2ാമത്തെ ഘട്ടമാണ് മേടത്തിൻ്റെത്. അപ്പോൾ ആ രാ എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടാവണം. മുകളിൽ നിന്നും 2ാമത്തെ ഘട്ടത്തിൽ നമ്മൾ രാ എന്ന് എഴുതും. അത് കഴിഞ്ഞിട്ട് ഇന്ന് 6-ാം തീയതിയിലായിട്ടുള്ളൂ. അപ്പോൾ 6-ാം തീയതി അപ്പോൾ ഒരു ദിവസം 4 മിനിറ്റ്. അപ്പോൾ 6-ാം തീയതി വരെ ആകുമ്പോൾ 6 4 24 മിനിറ്റ്. ഇപ്പോൾ 24 മിനിറ്റാണ് ആ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നത്. 24 മിനിറ്റ് കഴിഞ്ഞു. ലഗ്നത്തിൽ 24 മിനിറ്റ് സൂര്യൻ്റെ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് മിച്ചം എത്രയുള്ളത്? 1 മണിക്കൂറും 36 മിനിറ്റും. 1 മണിക്കൂറും 36 മിനിറ്റും. അപ്പോൾ ഇന്ന് സൂര്യൻ ഉദിച്ചത് 6 മണിക്കാണെങ്കിൽ 7 മണി 36 മിനിറ്റ് വരെ മേടലഗ്നം. അതായത് 6 മണിക്ക് ഉദിക്കുകയാണെങ്കിൽ മേടമാസം 1-ാം തീയതി ആണെങ്കിൽ 6 മണി തൊട്ട് 8 മണി വരെ മേടലഗ്നമാണ്. പക്ഷേ ഇന്ന് 6-ാം തീയതി ആയതുകൊണ്ട് 6 4 24 മിനിറ്റ് കഴിഞ്ഞു പോയതുകൊണ്ട് മിച്ചമുള്ള 36 നാഴിക 24 36. അപ്പോൾ 1 മണിക്കൂറും 36 മിനിറ്റുമാണ് സൂര്യൻ ഉദിച്ച ശേഷം 1 മണിക്കൂർ 36 മിനിറ്റും കഴിഞ്ഞാൽ ഇടവലഗ്നമായി. അപ്പോൾ ഇന്ന്